ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മളുടെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു, എന്താണെന്നറിയോ, ചേച്ചി യൂട്യൂബ് ചാനല് തുടങ്ങിയിട്ട് എത്ര നാളായി, ചേച്ചി എത്ര നാൾ കൊണ്ട് മോണിറ്റൈസേഷൻ ആയി എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അതൊരു വീഡിയോ ആയിട്ട് എനിക്ക് കുറച്ച് ബിസി ആയത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ചോദിച്ചവർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സാധാരണക്കാരിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു എഡിറ്റിങ്ങും ഇല്ല, ഒന്നുമില്ല. വീഡിയോ എടുക്കുന്നു, അതുപോലെ ഇടുന്നു. അതുപോലെ തന്നെ ഷോർട്സ് ഒക്കെ കുറെ ടേക്ക് എടുക്കുന്നു, അതിൽ ഏത് ബെറ്റർ എന്ന് തോന്നുന്നു അത് ഇടുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോയിൽ എഡിറ്റിംഗ് പറയുന്ന സാധനമില്ല. അറിയുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കട്ട് ചെയ്യുക, ഇങ്ങോട്ട് കയറ്റുക, കട്ട് ചെയ്യുക, ഫിൽറ്റർ ഇടുക എന്നല്ലാതെ എനിക്ക് വേറൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഉള്ളത് ഓപ്പണായിട്ട് ഞാൻ പറയുവാണേ, എനിക്ക് അറിയാൻ പാടില്ല. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റ് ആയിട്ട് വീഡിയോ ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ അത്യാവശ്യം എഡിറ്റിങ്ങും അതുപോലെ കുറച്ച് കോൺഫിഡൻസ്, സംസാരിക്കാനും അങ്ങനെയൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് റീച്ച് ആവും. എനിക്ക് ഉദാഹരണം പേർലി മണി, അവര് ഭയങ്കര സെലിബ്രിറ്റിയാണ്. അവരെ പോലെ നമുക്ക് 7,000 എത്താൻ പറ്റൂല. ഞാനൊന്നും 0.1% പോലും അല്ല. എനിക്ക് അറിയില്ല അങ്ങനെ സംസാരിക്കാൻ. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ സംസാരിക്കും, മീൻസ് ഫ്രീ ആയിട്ട് സംസാരിക്കും. അങ്ങനെ ഒരു ഫണ്ണായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ അറിയാം. പക്ഷെ നമുക്ക് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും വരില്ല. നമ്മളെ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആറ്റിറ്റ്യൂഡേ മാറും. അതാണ് അവസ്ഥ. അപ്പൊ എനിക്ക് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുടെ അടുത്തും അതുപോലെ തന്നെ ഇപ്പോൾ തുടങ്ങി കുറച്ച് നാളായിട്ടുള്ളവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എഡിറ്റിംഗ് അറിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമാണെന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളൊരു 4 വർഷം കഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് എഡിറ്റിങ്ങിലെ മെയിൻ കാര്യം ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ 3 വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ 3 കൂടുതലായി. ഓക്കെ. അപ്പോൾ പിന്നുള്ളത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൺസിസ്റ്റ് ആയിട്ട് വീഡിയോ ഇടുക. ചിലപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് ഉള്ളവരൊക്കെ 3-4 വീഡിയോസ് നിങ്ങൾക്ക് എത്ര ഒരു ടൈം നിശ്ചയിക്കാം, എന്നിട്ട് ആ ടൈമിനനുസരിച്ച് ചെയ്യാം. ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ടൈം നിശ്ചയിക്കും, എന്നിട്ട് ആ ടൈമിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ വീഡിയോ അതായത് ടൈമിൽ നമ്മൾ ഇട്ടുകൊണ്ട് പോവുകയാണ് ചെയ്യുക. കൺസിസ്റ്റ് ആയിട്ട് വീഡിയോ ഇടുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇട്ടേണ്ടെങ്കിൽ, നിങ്ങൾ ഷോർട്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഷോർട്സിലേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് ലോങ് വീഡിയോസ് ആണോ നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോയിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ചിലവർക്ക് ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഷോർട്സിൽ, ചിലവർക്ക് ലോങ് വീഡിയോസ് ആയിരിക്കും, ചിലവർക്ക് ഷോർട്സ് ആയിരിക്കും. അപ്പൊ എനിക്ക് പറയുമ്പോൾ എനിക്ക് ലോങ് വീഡിയോസ് വ്യൂസേ എനിക്കില്ല. എനിക്ക് ഷോർട്സിലാണ് പിന്നെ വ്യൂസ് ഉള്ളത്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ വീട് പണിയും കാര്യങ്ങളും കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത കാരണം എൻ്റെ വ്യൂസ് മൊത്തം പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ ലൈവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ലൈവ് ഇട്ടിട്ട് കുറേ നാളായി. ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹൈഡ് ചെയ്യാതിരിക്കുക. ഹൈഡ് ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾ വ്യൂസ് മൊത്തം പോവും. എൻ്റെ വ്യൂസ് മൊത്തം പോയത് ഞാൻ ഹൈഡ് ചെയ്തുകൊണ്ടാണ് എൻ്റെ വ്യൂസ് മൊത്തം പോയത്. കാരണം ആവശ്യത്തിൽ കൂടുതൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഡിസ്റ്റർബൻസ് ഉള്ള വീഡിയോസും ഞാൻ അത്രയും ടോർച്ചർ ചെയ്യണ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ ഞാനത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൈഡ് ചെയ്ത് വിട്ടുപോയി, അറിയാതെ പറ്റിപ്പോയി. അപ്പൊ എൻ്റെ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ ഹൈഡ് ചെയ്ത് വിടാതിരിക്കുക. പിന്നെ ഇതൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾ ലോങ് വീഡിയോസ് ആണ് ഫോക്കസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോസ് തന്നെ ഇടുക. അല്ലെങ്കിൽ ഷോർട്സ് ആണ് നിങ്ങളുടെ ഫോക്കസ് ആണെങ്കിൽ നിങ്ങൾ ഷോർട്സ് ആയിട്ട് ഇടുക. ചിലവർക്ക് ലോങ് വീഡിയോസ് ആയിരിക്കും ക്ലിക്ക് ആവുക, ചിലവർക്ക് ഷോർട്സ് വീഡിയോ ആയിരിക്കും. എനിക്ക് ഷോർട്സ് വീഡിയോ ആണ് ക്ലിക്ക് ആവണം കേട്ടോ. ഓക്കെ. അപ്പോൾ യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങിയ ആൾക്കാരും ഇനി തുടങ്ങാൻ പോകുന്ന ആൾക്കാരൊക്കെ തുടങ്ങിക്കോളൂ. കൺസിസ്റ്റ് ആയിട്ട് വീഡിയോ ഇടുക. എഡിറ്റിംഗ് അത്യാവശ്യം അറിയാം, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റും. പക്ഷെ എനിക്ക് ഇപ്പോഴും എഡിറ്റിംഗ് അറിയില്ല എന്നുള്ളതാണ്. വീഡിയോ ഇങ്ങനെ എടുക്കും, VNL പോവും, എല്ലാം ജോയിൻ ചെയ്യും, കട്ട് ചെയ്യണോ കട്ട് ചെയ്യും, ജോയിൻ ചെയ്യും. അതല്ലാതെ വേറെ ഒന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇമാതിരിയുള്ള കഷ്ടപ്പാട്. ഓക്കെ. അപ്പം നമുക്ക് ട്രൈ ചെയ്യാൻ കുറേ നോക്കി വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ. പക്ഷെ എനിക്കത് കിട്ടണില്ല. എന്താ എപ്പോഴെങ്കിലും റെഡി ആവുമായിരിക്കും, നോക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് വേഗം തുടങ്ങിക്കോളൂ. കൺസിസ്റ്റൻ്റ് വീഡിയോ ഇട്ടോളൂ. നിങ്ങൾക്കും ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾ സക്സസ് ആവും. ഇത് വിശ്വാസമാണ് വേണ്ട കേട്ടോ. ഓക്കെ ഗൈസ്, ലവ് യു ആൾ. താങ്ക് യു സോ മച്ച്.